2024 മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം അഭിമാനിക്കാവുന്ന ഒരു വർഷമാണ്. ഈ വർഷം ആദ്യം ഇറങ്ങിയ ആട്ടം തിയേറ്ററിൽ അർഹിച്ച വിജയം കൈവരിച്ചില്ലെങ്കിലും OTT റിലീസിന് ശേഷം ഒരുപാട് പ്രശംസ നേടുകയും ദേശീയ അവാർഡിൽ കേരളത്തിൻ്റെ അഭിമാനമാവുകയും ചെയ്തു. സീക്വലുകളും മസാല ഫോർമുലകളും പാൻ ഇന്ത്യ പടങ്ങളും ഉണ്ടാക്കാൻ ശ്രമിച്ച് മറ്റ് ഇൻഡസ്ട്രികൾക്ക് കൈപൊള്ളിയപ്പോൾ താരപ്പകിട്ടിനും ബജറ്റ് പെരുപ്പിക്കലിനും മുകളിൽ കോണ്ടന്റിനും പ്രേക്ഷകനും പ്രാധാന്യം കൊടുത്ത നമ്മുടെ സിനിമകൾ കൃത്യമായ ഇടവേളകളിൽ തിയേറ്ററുകളിൽ ഹിറ്റ് തന്നുകൊണ്ടേയിരുന്നു. മലയാളത്തിലേതല്ലാത്ത സിനിമ റിലേറ്റഡ് യൂട്യൂബ് ചാനലുകൾ നോക്കിയാൽ മറ്റ് ഇൻഡസ്ട്രികളോട് മലയാളം സിനിമകൾ നോക്കി പഠിക്കാൻ പറയുന്ന രീതിയിലാണ് കാര്യങ്ങൾ ഈ കൊല്ലം പോയത്. ഇത്രയും പറഞ്ഞത് മലയാള സിനിമകൾ ഇറങ്ങുന്നത് കാത്തിരിക്കുന്ന വേറെ ഒരു ക്രൗഡ് ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. പഴയതുപോലെ പാൻ ഇന്ത്യ പുകഴ്ത്തൽ ലഭിക്കാൻ ഇന്ന് OTT റിലീസ് വരെ കാത്തിരിക്കേണ്ട സാഹചര്യമൊന്നുമില്ല. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും മലയാള ഭാഷയും കേരളവും മലയാളികളും മറ്റ് ഇൻഡസ്ട്രികളിലെ സിനിമകളിൽ അവതരിപ്പിക്കപ്പെടുന്നത് ഇന്നും വളരെ വികലമായിട്ടാണ്. ഇത് ഈ ഒരു വർഷത്തെ പ്രശ്നമല്ല എന്നറിയാം. ഇതിനു മുമ്പും ഗൂഗിൾ ട്രാൻസ്ലേറ്റ് മലയാളം കോപ്പി പേസ്റ്റ് ചെയ്ത സൈൻ ബോർഡുകൾ പല അന്യഭാഷാ സിനിമകളിലും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഇത് പറയാൻ കാരണം പണ്ടത്തെ പോലെ മലയാളം കഥയിൽ ചുമ്മാ വന്നു പോകുന്ന ഒരു കാര്യമല്ല. പലപ്പോഴും പോപ്പുലാരിറ്റിയുള്ള ഒരു മലയാളി നടനെ അല്ലെങ്കിൽ നടിയെ കാസ്റ്റ് ചെയ്യുന്നത് സിനിമയുടെ കേരള ബിസിനസ് മെച്ചപ്പെടുത്താൻ വേണ്ടി കൂടിയാണ്. ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ ചില സിനിമകൾ കണ്ടപ്പോൾ മലയാളത്തോട് അത്രയൊക്കെ മതി എന്ന ഒരു നിലപാട് സ്വീകരിച്ച് ചില സിനിമകളെയും പാട്ടുകളെയും കുറിച്ചാണ് ഈ വീഡിയോയിൽ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ക്രോണോളജിക്കലായിട്ട് തന്നെ തുടങ്ങാം. ഈ വർഷം തുടക്കത്തിൽ വന്ന തമിഴ് സിനിമയാണ് GV പ്രകാശ് കുമാർ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുള്ള റെബൽ. മലയാളികളായിട്ടുള്ള മമിത ബൈജു, വെങ്കിടേഷ് VP, ഷാലു റഹീം എന്നിവർ മലയാളികളായിട്ടുള്ള കഥാപാത്രങ്ങളായി തന്നെ വന്നിട്ടുള്ള സിനിമയാണിത്. ആ സിനിമയിൽ ഇതുപോലൊരു പാട്ടുണ്ട്. ക്രെഡിറ്റ്സ് നോക്കിയപ്പോൾ അബി എബ്രഹാം എന്നൊരു വ്യക്തിയാണ് ഇത് എഴുതിയത് എന്ന് കണ്ടു. നാടൻ പാട്ടാണ്, അതിൻ്റെ ശൈലി അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് വാദിച്ചാലും നായികയെ ആദ്യമായി കാണുമ്പോൾ നായകൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് വരുന്ന പാട്ട് മലയാളം ആയത് തന്നെ കുറച്ച് വിചിത്രമാണ്. അപ്പോഴാണ് ഇതെന്ത് തേങ്ങയാണെന്ന് കേൾക്കുന്ന മലയാളിക്ക് തന്നെ തോന്നുന്ന ഈ ഉണ്ടവട പാട്ട്. അടുത്തത് ഒരർത്ഥത്തിൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ മലയാളം ഇത്രയൊക്കെ മതി എന്ന ആറ്റിറ്റ്യൂഡിൻ്റെ ഒന്നാന്തര ഉദാഹരണമാണ്. ചിത്രം വേട്ടയാൻ, ഗാനം മനസ്സിലായോ, അല്ല മണസ്സിലായോ. ഈ പാട്ട് ആദ്യം കേട്ടപ്പോൾ ഞാൻ കരുതിയത് തമിഴ് തന്നെ വേറെ ഏതോ സ്ലാങ്ങിലെങ്ങാനും പാടിയതാകുമെന്നാണ്. മനസ്സിലായോ എന്ന ഭാഗം മാത്രം ജയിലറിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്ന പോലെ. പക്ഷെ പിന്നീടാണ് അവരിത് മലയാളമാണെന്നാണ് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലായത്. 300 കോടി, ഒന്നും രണ്ടല്ല 300 കോടി ബജറ്റുള്ള വേട്ടയാൻ സിനിമയിൽ മലയാളം വരികൾ എഴുതിയതിനെക്കുറിച്ച് സാക്ഷാൽ അനിരുദ്ധ് രവിചന്ദ്ര പറഞ്ഞ വാക്കുകളിലേക്ക് പോകാം. ஃபர்ஸ்ட் சூப்பர் சுப்பு தான் எழுதினாரு. எழுதிட்டு மோஸ்ட்லி அந்த மலையாளம் லைன்ஸு, ஏன்னா எனக்கு மலையாளம் தெரியாது, அவருக்கும் தெரியாது, ஆனால் அவருக்கு தெரிஞ்ச மலையாளம்ல ஏதோ ஒன்று எழுதி கொடுத்தாரு. அது கேட்கறதுக்கு நல்லா இருந்தது. ஸோ அப்படியே അതായത് അനിരുദ്ധിനും സൂപ്പർ സുബുവിനും മലയാളം അറിയില്ല. സൂപ്പർ സുബു അറിയാവുന്ന മലയാളം വെച്ച് എന്തോ വായി തോന്നിയത് എഴുതി. അത് കേൾക്കാൻ നല്ല രസമുള്ളത് കൊണ്ട് ഞങ്ങളത് അങ്ങനെ തന്നെ ഉപയോഗിച്ചു. സുഭാഷ് 300 കോടിയുടെ പടത്തിന് പാട്ട് എഴുതിയത് ഇങ്ങനെയാണെന്ന് പബ്ലിക്കായിട്ട് വിളിച്ചു പറയാനുള്ള തൊലിക്കട്ടി മാരകം തന്നെയാണ്. മഞ്ജു വാര്യർ, ഫഹദ് ഫാസിലൊക്കെയുള്ള പടമാണ്. കേരളത്തിൽ തമിഴ്നാടിനേക്കാൾ മുന്നേ ഷോ നടക്കുന്ന പടമാണ്. കലാപരമായി മിനിമം ഉത്തരവാദിത്വം ആരോട് പറയാൻ. അടുത്ത ഊഴം അമരനാണ്. സിനിമ നല്ലത് തന്നെയാണ്. പടത്തിൻ്റെ പേര് അമരൻ എന്നാണെങ്കിലും ഹീറോ വേർഷിപ്പിംഗ് സ്റ്റോറി എന്നതിനേക്കാൾ പലർക്കും ആ സിനിമ വളരെയധികം കണക്റ്റ് ആകാൻ കാരണം അതിലെ ലവ് സ്റ്റോറി ആംഗിളാണ്. ഇനി ഞാൻ അങ്ങോട്ട് പറയാൻ പോകുന്നത് ഒരു തരത്തിലും സായ് പല്ലവി എന്ന നടിയെ ഇകഴ്ത്തി കാണിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല. മേജർ മുകുന്ദ് മരിച്ചു എന്ന വിവരം അറിയുന്ന ആ സീനിലൊക്കെ സായ് പല്ലവിയുടെ അഭിനയം ആരുടെയും കണ്ണ് നനയിക്കുന്ന വിധം ഗംഭീരമാണ്. പക്ഷേ അവർ പറയുന്ന മലയാളം, അല്ലെങ്കിൽ അവരെ കൊണ്ട് പറയിപ്പിക്കുന്ന മലയാളം ഈ സിനിമ കാണുന്ന മലയാളി പ്രേക്ഷകർക്ക് ഉണ്ടാക്കുന്ന കല്ലുകടി ചെറുതൊന്നുമല്ല. മലയാളിയാണെങ്കിലും ഇന്ദു റെബേക്ക വർഗീസ് എന്ന കഥാപാത്രം പൂർണ്ണമായും തമിഴിൽ സംസാരിച്ചാൽ മലയാളികൾ ഇവിടെ കച്ചറ ഉണ്ടാക്കാൻ പോകുന്നില്ല. ഭാഷ പഠിച്ചെടുക്കാൻ സാമാന്യം കഴിവുള്ളത് കൊണ്ട് തന്നെ സാമാന്യം വൃത്തിക്ക് തമിഴ് സംസാരിക്കാൻ തമിഴ്നാട്ടിൽ പോയ മലയാളികൾക്ക് സാധിക്കാറുണ്ട്. അമരനിലെ സായ് പല്ലവിയുടെ മലയാളം കേട്ടാൽ മലയാളം അറിയാത്ത തമിഴ് പെൺകുട്ടി മലയാളം പറയുന്നത് പോലെയാണ്. റിയൽ ലൈഫിൽ നേരെ തിരിച്ചാണ്. ചേട്ടാ എന്ന് വിളിക്കുന്നതും പേരിനോടൊപ്പം A എന്ന് ചേർത്ത് നീട്ടി വിളിക്കുന്നതും ഒരു മലയാളി രീതിയാണെന്ന് എല്ലാ മലയാളികൾക്കും അറിയാം. അത് വിചാരിച്ചിട്ട് ഗോവയിലൊക്കെ കിട്ടുന്ന ചിക്കൻ ബിരിയാണിയിൽ ഏലക്കായ വാരി വിതറുന്ന പോലെ എല്ലായിടത്തും കുത്തി നിറയ്ക്കേണ്ട കാര്യമില്ല. ഇത് ഫാഷൻ അല്ല ചേട്ടാ, എൻ്റെ ചേട്ടൻ എനിക്ക് വാങ്ങി തന്നതാ ചേട്ടാ, ഇത് കഴിഞ്ഞിട്ടുമുണ്ട് പുട്ടിന് വീര പോലെ കുറേ ചേട്ട. മലയാളികൾ കേരളത്തിൻ്റെ അകത്ത് വിളിച്ചിട്ടുണ്ടാകില്ല ഇത്രയും ചേട്ട. തമിഴ്നാട്ടിൽ ചെന്നാൽ ആളുകളെ അണ്ണ എന്ന് വിളിക്കണമെന്നൊക്കെ ഒരു കോമൺ സെൻസ് ഏറെക്കുറെ എല്ലാ മലയാളികൾക്കും ഉള്ളതാണ്. സോ പ്ലീസ്. പിന്നെ മുകുന്ദ് എന്ന പേരുള്ള ഒരാളെ എല്ലാ സമയവും ഒരു മലയാളി മുകുന്ദേ 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 എന്നല്ല വിളിക്കുക, മുകുന്ദ് എന്നും വിളിക്കാറുണ്ട്. ലുങ്കി ഡാൻസ്, എന്ന റാസ്കല എന്നൊക്കെ പറഞ്ഞ് ബോളിവുഡ് കാണിക്കുന്ന സ്റ്റീരിയോ ടൈപ്പ് സെലിബ്രേഷൻ തമിഴിൽ ഉണ്ടാക്കുന്ന അതേ ഇറിറ്റേഷനാണ് ഇത്തരത്തിലുള്ള പ്രസൻറ്റേഷൻ കാണുമ്പോൾ മലയാളികൾക്കും ഉണ്ടാകുന്നത്. അടുത്തത് തമിഴല്ല, തമിഴ് പടത്തിൻ്റെ റീമേക്കാണ്. പടം വരാൻ പോകുന്നേ ഉള്ളൂ. പടത്തിൻ്റെ പേര് ബേബി ജോൺ.
വിജയ് ചിത്രം തെറിയുടെ ഹിന്ദി റീമേക്ക്. തെറിയിലെ പോലെ തന്നെ ഇതിലും നായകൻ്റെ ഒളിവ് ജീവിതം കേരളത്തിലാണ്. തെറിയിൽ ഈന മീന ടീക്ക എന്ന് പറഞ്ഞു വന്ന പാട്ടിൻ്റെ ഹിന്ദി വേർഷൻ പിക്കിലിപ്പോം അതാണ് മലയാളത്തെ വീണ്ടും അവഹേളിക്കുന്നത്. കേരളം എന്ന് പറഞ്ഞാൽ അപ്പ ഗ്രീൻ സ്ക്രീൻ ഇട്ട് ആലപ്പുഴയിലെ തോണി കാണിക്കുന്ന ബോളിവുഡുകാർ ഇത്തവണ കോറസിൻ്റെ അകത്ത് കുട്ടനാടൻ കുഞ്ചയിലേക്ക് കുത്തിക്കയറ്റിയിട്ടുണ്ട്. കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വരാൻ ചാൻസ് ഉള്ളതുകൊണ്ട് പാട്ടിൻ്റെ ലിങ്ക് ഞാൻ മേലെ കൊടുക്കാം. വരികൾ ഏകദേശം ഇങ്ങനെയാണ്: കൊച്ചു പെണ്ണെ കുയിലാലേ. അത് കഴിഞ്ഞിട്ടുള്ള ഒരു സാധനം എന്താണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അത് കഴിഞ്ഞ് ഓടി വണ്ണു പെണ്ണെ, ഓ എൻ്റെ പൊണ്ണു പെണ്ണെ, പൊന്നാണ് ഉദ്ദേശിച്ചത്. പിന്നെ കണൽ വേണം, കൊട്ട് വേണം, കുറൽ വേണം. പിന്നെ ഒരു മാരക സാധനമുണ്ട്, കൊതിച്ചു പായും കൂതിറ പോലെ. അത് 3 വട്ടം പാടുന്നുണ്ട്. ദിൽസയിലെ ജിയാ ജല എന്ന പാട്ടിൽ വരുന്ന മലയാളം ഭാഗം MG ശ്രീകുമാറിനെ കൊണ്ട് പാടിപ്പിച്ച AR റഹ്മാനെ കുമ്പിട്ട് വണങ്ങാൻ തോന്നിപ്പോയി. ഇനി ഇതൊക്കെ ഇത്ര വലിയ ഇഷ്യൂ ആക്കേണ്ടതുണ്ടോ എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നിയാൽ അതിനുള്ള മറുപടി ഈ ഇഷ്യൂ ഒന്നും ഇവരുടെ പരിമിതികൾ കൊണ്ടോ അറിവില്ലായ്മ കൊണ്ടോ സംഭവിക്കുന്നതല്ല. ഇങ്ങനെയൊക്കെ മതി എന്നുള്ള നിലപാട് കാരണം ഉണ്ടാകുന്നതാണ്. പാൻ ഇന്ത്യ സക്സസ് ആയിക്കൊണ്ടിരിക്കുന്ന പുഷ്പ 2ലെ ഫീലിങ്സ് എന്ന സോങ്ങിൻ്റെ എല്ലാ ഭാഷയിലെയും ആദ്യ വരികൾ മലയാളമാണ്. ലിറിക് വീഡിയോയിൽ അല്ലു അർജുൻ എന്നതിന് പകരം മല്ലു അർജുൻ എന്നാണ് എഴുതിയിട്ടുള്ളത്. അല്ലു അർജുനും സൂര്യയും കമലഹാസനും ഒക്കെ അവരുടെ സിനിമ പ്രൊമോട്ട് ചെയ്യാൻ കേരളത്തിൽ വരുന്നുണ്ട്. ഫഹദ് ഫാസിലിന് ഇന്ത്യ മുഴുവൻ ആരാധകരുണ്ട്. പൃഥ്വിരാജും ദുൽഖർ സൽമാനും മലയാളത്തിലും തമിഴിലും തെലുങ്കിലും ഹിന്ദിയിലും സിനിമകൾ ചെയ്യുന്നുണ്ട്. കന്നഡയും തെലുങ്കും ഒഴികെ ബാക്കി ഭാഷകളിലുള്ള സിനിമ കാണാൻ ഡബ്ബിംഗ് വേണമെന്ന് നിർബന്ധമില്ലാത്ത ഓഡിയൻസാണ് കേരളത്തിലുള്ളത്. വിജയ്, സൂര്യ, രജനീകാന്ത്, കമലഹാസൻ എന്നിവരുടെയൊക്കെ സിനിമകൾ കാണുമ്പോൾ പുലർച്ചെ ഫാൻസ് ഷോ നടത്തി കാണുന്ന ഓഡിയൻസുള്ള കളക്ഷനിലേക്ക് നല്ല രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന, ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും നല്ല നിലവാരമുള്ള സിനിമകൾ എടുക്കുന്നു എന്ന് മറ്റ് ഇൻഡസ്ട്രിയിലുള്ളവർ പറയുന്ന ഈ നാടിനെ ഒതൻറ്റിക്കായി അവതരിപ്പിക്കുക എന്നത് ഒരു മിനിമം മര്യാദയുടെ കാര്യമാണ്. രോഹിത് ഷെട്ടിയുടെ സിനിമകൾക്ക് ഈ അടുത്ത് വരെ ക്യാമറ ചെയ്തിരുന്നത് ജോമോൻ ടി ജോണാണ്. സലാറിൽ പൃഥ്വിരാജും പുഷ്പയിൽ ഫഹദ് ഫാസിലും പ്രധാന റോളിലുണ്ട്. ദുൽഖർ സൽമാൻ സ്വന്തമായി ഒരു മാർക്കറ്റ് തെലുങ്കിൽ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. കേൾക്കുന്ന റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ ഇംതിയാസ് അലിയുടെ അടുത്ത ഹിന്ദി സിനിമയിലെ ഹീറോ ഫഹദ് ഫാസിലാണ്. ഇപ്പോൾ അനിശ്ചിതത്വത്തിലായിട്ടുള്ള രൺവീർ സിംഗ് നായകനായ ശക്തിമാൻ സിനിമ സംവിധാനം ചെയ്യേണ്ടിയിരുന്നത് ബേസിൽ ജോസഫ് ആണെന്നത് പരസ്യമായൊരു രഹസ്യമാണ്. പുഷ്പ 2 പശ്ചാത്തല സംഗീതം ചെയ്ത സാം CS ഇന്ന് മലയാളത്തിലും സ്ഥിരം സാന്നിധ്യമാണ്. അതുപോലെ മലയാളിയായ ജേക്സ് ബിജോയ് ഇപ്പോൾ തെലുങ്കിലെ പ്രധാന സംഗീത സംവിധായകനാണ്. അനിരുദ്ധ് ശേഷം മൈക്കിൾ ഫാത്തിമ എന്ന മലയാള സിനിമയിലെ ഒരു പ്രധാന പാട്ട് പാടിയിട്ടുണ്ട്. പറഞ്ഞു വരുന്നത് മലയാളത്തെ വൃത്തിയിൽ അവതരിപ്പിക്കുക എന്നത് മറ്റുള്ളവർക്ക് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. അമരനിലെ ഡയലോഗുകൾ ശിവകാർത്തികേയൻ വിനീത് ശ്രീനിവാസിന് കാണിച്ചു കൊടുത്തിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇന്ന് സോഷ്യൽ മീഡിയയിൽ കാണുന്ന മുകുണ്ടൻ കോമഡി കാണേണ്ടി വരില്ലായിരുന്നു. ആവേശത്തിലെ തട്ടുപൊളിപ്പൻ പാട്ടുകൾ എഴുതിയ വിനായക് ശശികുമാറിനെ അനിരുദ്ധ് വിളിച്ചാൽ മനസ്സിലായോ ഇതുപോലെ ആർക്കും മനസ്സിലാവാത്ത പാട്ടാവില്ലായിരുന്നു. തമൻ പുള്ളിക്കറിയുന്ന ഒരു മലയാളം കമ്പോസറെ വിളിച്ചിരുന്നതിൽ കോറസ് പാടാൻ മലയാളം അറിയുന്ന ആൾക്കാരെ കിട്ടിയനെ. മലയാളത്തിൽ മറ്റു ഭാഷക്കാരെ എല്ലാ കാലത്തും ഒതൻറ്റിക്കായിട്ടേ കാണിച്ചിട്ടുള്ളൂ എന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. പക്ഷേ കഴിഞ്ഞ ഒരു 10-15 കൊല്ലത്തെ സിനിമകൾ നോക്കിയാൽ ഓതൻറ്റിസിറ്റി പരമാവധി നിലനിർത്തി തന്നെയാണ് മലയാള സിനിമകൾ കഥകൾ പറഞ്ഞിട്ടുള്ളത്. കുമ്പളങ്ങി നൈറ്റ്സിലെയും മഞ്ഞുമൽ ബോയ്സിലെയും വർഷങ്ങൾക്ക് ശേഷത്തിലെയും ഒന്നും തമിഴ് കഥാപാത്രങ്ങളെ കണ്ടാൽ തമിഴ് സിനിമയിൽ കാണുന്ന കഥാപാത്രങ്ങളിൽ നിന്ന് വ്യത്യാസം തോന്നില്ല. മലയാളത്തിലെ ഏറ്റവും വലിയ ഹിറ്റുകളിൽ ഒന്നായ ലൂസിഫറിൽ ഹീറോയിസം കാണിക്കാൻ വേണ്ടി പൃഥ്വിരാജ് ചെയ്തിട്ടുള്ളത് കടവുളെപ്പോലെ കാപ്പവനിവൻ എന്ന തമിഴ് പാട്ട് ഒരു തമിഴൻ്റെ പേഴ്സ്പെക്റ്റീവിൽ ഓഡിയൻസിനെ കാണിക്കുകയാണ്. മറ്റു ഭാഷകളിലെ സിനിമകളെ സെലിബ്രേറ്റ് ചെയ്യുന്ന, സ്വന്തം സിനിമകളിൽ മറ്റു ഭാഷകളെ സെലിബ്രേറ്റ് ചെയ്യുന്ന മലയാളത്തെ, കേരളത്തെ ഇനിയെങ്കിലും മിനിമം മര്യാദയോടെ അവതരിപ്പിക്കാൻ മറ്റു ഭാഷക്കാർ തയ്യാറാവണം.